സ്റ്റുഡൻസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബിസിനസ് സ്റ്റഡീസിന്റെ ഒക്ടോബർ ബാച്ച് ഇപ്പോൾ കഴിഞ്ഞിട്ടുള്ള പബ്ലിക് എക്സാമിന്റെ ക്വസ്റ്റ്യൻസും അതിന്റെ ആൻസേഴ്സും ആണ്. അപ്പൊ നിങ്ങൾക്ക് ഇതിലെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസും അല്ലാതെ 2 മാർക്കിന്റെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ക്വസ്റ്റ്യൻസിനൊക്കെ നിങ്ങൾ എഴുതിയിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം അത് തന്നെയാണോ, കറക്റ്റ് ആയിട്ടുള്ളതാണോ എഴുതിയത്, എത്ര മാർക്കോളം എനിക്ക് സ്കോർ ചെയ്യാൻ പറ്റി എന്നുള്ളതൊക്കെ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതായിരിക്കും. അപ്പൊ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. ബിസിനസ് സ്റ്റഡീസിന്റെ ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നോക്കാം അല്ലെ. ഒന്നാമത്തെ ചോദ്യം വരുന്നത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണ്. ഏകദേശം 20ഓളം ക്വസ്റ്റ്യൻസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണ് അല്ലെ. 51 ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങൾക്ക് ടോട്ടൽ ആയിട്ട് ഈ ഒരു സബ്ജക്റ്റിൽ വന്നിട്ടുണ്ടാവുക. എല്ലാവരും എല്ലാ ക്വസ്റ്റ്യൻസും ഒക്കെ അറ്റൻഡ് ചെയ്തോ? നിങ്ങൾ ജസ്റ്റ് കമന്റ് ചെയ്യുക കേട്ടോ. നിങ്ങൾക്ക് എക്സാം ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ഈ ആൻസർ ഷീറ്റിൽ നമ്മളിപ്പോ പറയാൻ പോകുന്ന ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഒക്കെ കണ്ടിട്ട് എത്ര മാർക്കൊക്കെ നിങ്ങൾക്ക് ഏകദേശം സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളതൊക്കെ കമന്റിൽ നിങ്ങൾ രേഖപ്പെടുത്തുക. ഓക്കെ, അപ്പൊ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, ലിമിറ്റേഷൻ ഓഫ് സോൾ പ്രൊപ്പറേറ്റർ ഡു നോട്ട് ഇൻക്ലൂഡ് ഡാഷ് എന്നുള്ളതാണ്. എവിടെയാണ്? ഈ ഒരു ഓപ്ഷൻസിൽ നിന്ന് 4 ഓപ്ഷൻസിൽ നിന്ന് കറക്റ്റ് ആൻസർ നമ്മൾ തെരഞ്ഞെടുത്ത് എഴുതണോ അല്ലെ. ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ആയിട്ട് വരുന്നത്? ഓപ്ഷൻ സി ആണ് അല്ലെ. സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് ആർ ഇൻഹെറിന്റലി സ്മോൾ സ്കെയിൽ. സോ ഏതാണ് നമ്മുടെ സി ആണ് ഓപ്ഷനിൽ കറക്റ്റ് ആയിട്ട് വരുന്നത്. ഏതാണ്? അൺലിമിറ്റഡ് സൈസ് ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പം ഡു നോട്ട് എന്നാണ് പറയുന്നത്. കാരണം പ്രൊപ്പറേറ്റർഷിപ്പ് എന്ന് പറയുമ്പോൾ, സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് എന്ന് പറയുമ്പോൾ ഒരു ആള് ഉള്ളതാണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ വലിപ്പം കുറവാണ്. അപ്പൊ നമുക്ക് അൺലിമിറ്റഡ് സൈസ് ഒന്നും പറയാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് എന്താണ് ഇതില് ചേരാത്തത്, പരിമിതി അല്ലാത്തത് എന്നുള്ളതാണ് ചോദ്യം വന്നിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ ഈ ഡു നോട്ട് കണ്ടിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് ആൻസർ എഴുതാൻ പറ്റില്ല. അപ്പൊ ഇതില് ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. തെറ്റായതാണ്, ഇതിനോട് യോജിക്കാത്തതാണ് നമ്മൾ കണ്ടുപിടിച്ചിട്ട് ആൻസർ ആയിട്ട് എഴുതേണ്ടത് അല്ലെ. ഇനി അടുത്തത് എന്താ? രണ്ടാമത്തെ ചോദ്യം, മൂലധനം സംഭാവന ചെയ്യുകയും എന്നാൽ ബിസിനസ് പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുത്താതിരിക്കുകയും ചെയ്യുന്ന പങ്കാളി ഏത് എന്നുള്ളതാണ്. അല്ലെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? സ്ലീപ്പിംഗ് പാർട്ട്ണർ എന്നുള്ളതാണ് അല്ലെ കറക്റ്റ് ആൻസർ. സ്ലീപ്പിംഗ് പങ്കാളി എ ആണ്, ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. എ സ്ലീപ്പിംഗ് പാർട്ട്ണർ കോൺട്രിബ്യൂട്ട്സ് ക്യാപിറ്റൽ ബട്ട് ഡസന്റ് പാർട്ടിസിപ്പേറ്റ് ഇൻ ദ ഡേ ടു ഡേ ഓപ്പറേഷൻസ് ഓഫ് ദ ബിസിനസ്. അപ്പം ഇങ്ങനെ ആയതുകൊണ്ട് തന്നെ ഏതാണ് കറക്റ്റ് ഓപ്ഷൻ എ ആണ് വരുന്നത് കേട്ടോ. അതില് ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യും എന്നേ ഉള്ളൂ, അല്ലാതെ ഡേ ടു ഡേ കാര്യങ്ങളിലൊന്നും അയാള് ഇടപെടുന്നില്ല. അതുകൊണ്ട് തന്നെ എന്താണ് ഇതില് ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. ഇനി മൂന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം നോക്കാം അല്ലെ. അപ്പൊ ചോദ്യം എന്താണ്? വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് ആൻ ഓക്യുപ്പേഷൻ എന്നുള്ളതാണ്. ഒക്യുപ്പേഷനിൽ പെടാത്തത് ഏതൊക്കെയാണ്? ഒരു ജോലി എന്ന് പറയാൻ പറ്റാത്തത് ഏതാണ്? ഇവിടെ ബിസിനസ് ഉണ്ട്, പ്രൊഫഷൻ ഉണ്ട്, എംപ്ലോയ്മെന്റ് ഉണ്ട്, ഗോയിങ് ഫോർ മോർണിംഗ് വാക്ക് ഉണ്ട്. ഏതാണ്? സിംപ്ലി നമുക്ക് അറിയാൻ പറ്റില്ലേ ഏതാണ്? ബിസിനസ്, പ്രൊഫഷൻ, തൊഴില്, പ്രഭാത സവാരിക്ക് പോവുക എന്ന മലയാളത്തിൽ കൊടുത്തിട്ടുള്ളത്. ഇത്രയേ ഉള്ളൂ, രാവിലെ നടക്കാൻ പോവുക എന്നുള്ളത് അല്ലെ. അതൊരിക്കലും ഒരു ജോലിയല്ല. അപ്പൊ അതെന്താണ്? നമുക്ക് ഓപ്ഷൻ ഡി കറക്റ്റ് ആയിട്ടുള്ള ഉത്തരവാണ്. അപ്പൊ ഇത്ര സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം വന്നിട്ടുള്ളത് അല്ലെ. ആർക്കും ക്വസ്റ്റ്യൻ വായിച്ച് ഓപ്ഷൻ കണ്ട് ആൻസർ എഴുതാൻ പറ്റുന്ന രീതിയിലുള്ള ചോദ്യമാണ് വന്നിരിക്കുന്നത്. ഇനി അടുത്തത് എന്താണ്? ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ഫേംസ് ആർ ഗവേൺഡ് ബൈ ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട്. എന്താണ്? ഏത് വർഷം എന്നുള്ളതാണ് ഇവിടെ ചോദ്യത്തിലുള്ളത്. 1932 ആണ് നമുക്കറിയാം. അപ്പൊ എന്താണ്? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. താഴെ പറയുന്നതിൽ ബിസിനസിന്റെ സാമ്പത്തിക ലക്ഷ്യങ്ങളിൽ പെടുന്നത് ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം പെടാത്തത് എന്നല്ല, പെടുന്നത് എന്നുള്ളതാണ് ചോദിച്ചത്. മാർക്കറ്റ് സ്റ്റാൻഡിംഗ് ആണ്. അതായത് ഓപ്ഷൻ സി വിപണി നിലനിർത്തൽ എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത് അല്ലെ. ഇനി ആറാമത്തെ ചോദ്യമാണ് എയ്ഡ് ടു ട്രേഡ് ഇൻക്ലൂഡ്സ് എന്നുള്ളതാണ്. അപ്പൊ ഇതില് ഏതൊക്കെ എയ്ഡുകളാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്? വ്യാപാരത്തിനുള്ള സഹായങ്ങളിൽ പെടുന്നത് എന്തൊക്കെയാണ്? ബാങ്കിങ്, ഉൽപാദനം, വാങ്ങല്, വിൽക്കുക, ഇതിൽ ഏതൊക്കെയാ വരുന്നത്? ഓപ്ഷൻ എ ബാങ്കിങ് ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത് അല്ലെ. ഓക്കെ, ഇനി നെക്സ്റ്റ് ഓപ്ഷൻ എ ആണ് ആറാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം. ഇനി എ ആണ് ഏഴാമത്തെ ചോദ്യത്തിന് നോക്കാം. ഏഴാമത്തെ ചോദ്യം, വിച്ച് ഓർഗനൈസേഷൻ ഇസ് ഇൻക്ലൂഡ് ഇൻ പ്രൈവറ്റ് സെക്ടർ എന്നുള്ളതാണ്. അപ്പൊ ഇതില് ഏതാണ് പ്രൈവറ്റ് സെക്ടറിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഏതൊക്കെയാ? ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിംഗ്, അതായത് വകുപ്പ് തല സ്ഥാപനങ്ങൾ, സർക്കാർ കമ്പനി, നിയമാനുസൃത കോർപ്പറേഷൻ, പൊതു കമ്പനി, കുറെ ഓപ്ഷൻസ് ഉണ്ട് അല്ലെ. ഈ 4 ഓപ്ഷൻസിൽ കറക്റ്റ് ഏതാണ്?
ഏതാണ് സ്വകാര്യ മേഖലയിൽ പെടാത്തത് എന്നുള്ളതാണ്, സോറി, ഏതാണ് സ്വകാര്യ മേഖലയിൽ പെടുന്നത് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. അപ്പൊ സ്വകാര്യ മേഖലയിൽ പെടണമെങ്കിൽ ഒരു സർക്കാർ കമ്പനി ആയിരിക്കുമല്ലോ. അപ്പൊ നമുക്കിവിടെ പബ്ലിക് കമ്പനി എന്നുള്ളത് ഉത്തരം എഴുതാം അല്ലെ. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി അടുത്തത് 8ാമത്തെ ചോദ്യമാണ്. ഇൻ ഗ്ലോബൽ എന്റർപ്രൈസസ് സെൻട്രലൈസ്ഡ് കൺട്രോൾ ഇസ് എക്സസൈസ്ഡ് ബൈ ഡാഷ്. എന്താണ് വരുന്നത്? ആഗോള സംരംഭങ്ങളില് കേന്ദ്രീകൃത നിയന്ത്രണം നടപ്പാക്കുന്ന എന്താണ്? ഹെഡ് ക്വാർട്ടേഴ്സ് അല്ലേ? ഓപ്ഷൻ ഡി ആസ്ഥാനമാണ്. ഓരോന്നിന്റെയും ആസ്ഥാനങ്ങളിലായിരിക്കും അത് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നത് അല്ലെ. അപ്പൊ നമുക്ക് അവിടെ നിന്ന് സിമ്പിൾ ആയിട്ട് ഹെഡ് ക്വാർട്ടേഴ്സ് ഓപ്ഷൻ ഡി എന്നുള്ളത് എടുക്കാൻ പറ്റും. അടുത്തത് എന്താണ്? താഴെ പറഞ്ഞിരിക്കുന്നവയിൽ ഹിന്ദു സവിശേഷത ഏത്? കൂട്ടുകുടുംബ വ്യാപാരത്തിന്റെ, അതായത് ഹിന്ദു കൂട്ടുകുടുംബ വ്യാപാരത്തിന്റെ സവിശേഷത ഏത് എന്നുള്ളതാണ്. അതിലെ മെമ്പർഷിപ്പ് ബൈ ബർത്ത് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ കേട്ടോ. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ഓപ്ഷൻ ആയിട്ട് വരുന്നത്. ഇനി അടുത്തത് താഴെ പറയുന്നവയിൽ പറയുന്ന പ്രസ്താവനയിൽ ബന്ധപ്പെട്ട വ്യാപാരത്തിന്റെ രൂപം തിരിച്ചറിയുക. അതുപോലെ നിയമം, ആ ഒരു രൂപം തിരിച്ചറിയുക എന്നുള്ളതാണ്. ഇതില് ഏതാണ് കറക്റ്റ് ആയിട്ട് വരുന്നത്? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ഉത്തരവായിട്ട് വരുന്നത്. ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയാണ് വരുന്നത്. ഇനി അടുത്തത് 11ാമത്തെ ചോദ്യമാണ്. ഇ കൊമേഴ്സിനെ കുറിച്ചിട്ടാ അല്ലെ. ഇ കൊമേഴ്സ് ഡസ് നോട്ട് ഇൻക്ലൂഡ് എന്ന് പറയുന്നുണ്ട്. എന്തിലാ ഇൻക്ലൂഡ് ആവാത്തത്? ഇവിടെ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത് കേട്ടോ. A അപ്പൊ അഡ്മിനിസ്ട്രേഷൻ ടു അഡ്മിനിസ്ട്രേഷൻ എന്നാണ് അതിനും അർത്ഥമാക്കിയിട്ടുള്ളത്. അപ്പൊ അത് കാണുമ്പോൾ ചില സ്റ്റുഡൻസിന് മനസ്സിലായിട്ടുണ്ടാവില്ല എന്താണെന്നുള്ളത് അല്ലെ. അപ്പൊ A to A എന്ന് പറയുമ്പോൾ അഡ്മിനിസ്ട്രേഷൻ ടു അഡ്മിനിസ്ട്രേഷൻ എന്നുള്ളതാണ്. ഇസ് നോട്ട് പാർട്ട് ഓഫ് ഇ കൊമേഴ്സ് ആസ് ഇറ്റ് ഡീൽസ് വിത്ത് ദ ഇന്റർ ഗവൺമെന്റ് റിലേഷൻസ്. ജസ്റ്റ് എന്തുകൊണ്ട് ആ ഓപ്ഷൻ വന്നു എന്നതിന്റെ എക്സ്പ്ലനേഷനും കൂടെ മിസ് ഈ PDF ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഇംഗ്ലീഷിലുള്ളവർക്ക് ഇംഗ്ലീഷിലും മലയാളത്തിലുള്ളവർക്ക് മലയാളത്തിലും ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഇനി 12ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം എന്താ വരുന്നത്? ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ആണ് കേട്ടോ. ഇത് ഈ ഒരു ഭാഗത്ത് വരുന്നത് നോക്കാം. ഇവിടെ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ആണ്. അപ്പോ എന്നാലും അവിടെ ഓപ്ഷൻ തന്നിട്ടുണ്ട് ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ആണെങ്കിലും. അപ്പൊ അതിൽ കറക്റ്റ് 12ാമത്തെ ചോദ്യത്തിന്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ കമ്മ്യൂണിക്കേഷൻ ആണ് കേട്ടോ. പിന്നെ അടുത്തത് 13ാമത്തെ ചോദ്യമാണ്. 13ാമത്തെ ചോദ്യത്തിന്റെ ആൻസർ കറക്റ്റ് ഓപ്ഷൻ ഓൾ ഓഫ് ദ എബവ് ആണ്. അതായത് മേൽപ്പറഞ്ഞവയെല്ലാം എന്ന് പറയുന്ന ഉത്തരമാണ് വന്നിട്ടുള്ളത്. വിച്ച് ടൈപ്പ് ഓഫ് ഒബ്ജക്റ്റീവ് ആർ ഫോളോഡ് ബൈ എന്റർപ്രണർ എന്നുള്ളതാണ്. ഒരു സംരംഭകൻ പിന്തുടരുന്ന ലക്ഷ്യങ്ങൾ ഏത് തരത്തിലുള്ളതാണ് എന്നാണ് ചോദ്യം ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഇതില് സാമ്പത്തിക ലക്ഷ്യം, സ്ഥാപന ലക്ഷ്യം, സാമൂഹിക ലക്ഷ്യം, മേൽപ്പറഞ്ഞവയെല്ലാം. അപ്പൊ ഈ മൂന്നും ഒരു സംരംഭകന്റെ ഉദ്ദേശങ്ങളല്ലേ, ലക്ഷ്യങ്ങളല്ലേ. അപ്പൊ ഓപ്ഷൻ ഡി മേൽപ്പറഞ്ഞവയെല്ലാം എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരമായിട്ട് വരുന്നത്. ഇനി 14ാമത്തെ ചോദ്യമാണ്. ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഡാഷ്. എന്താണ്? ഭക്ഷ്യ കോർപ്പറേഷൻ ഒരു ഡാഷ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. എന്താണ്? സ്റ്റാറ്റ്യൂട്ടറി ഓർഗനൈസേഷൻ അല്ലേ. അപ്പൊ ഓപ്ഷൻ ഡി കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആണ്. നിയമാനുസൃത സംഘടന എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ കേട്ടോ. ഇനി അടുത്ത ചോദ്യം വരുന്നത് സാമ്പത്തിക ലാഭത്തിനായി മൃഗങ്ങളെ വളർത്തുന്നത് ഏത് വ്യവസായത്തിൽ പെടുന്നു എന്നുള്ളതാണ് അല്ലെ. ജനറ്റിക് ഇൻഡസ്ട്രി എന്നാണ് അതിനെ പറയുന്നത്. അപ്പം ഓപ്ഷൻ എ ജനിതക വ്യവസായം എന്നാണ് അതിനെ പറയുക കേട്ടോ. ഇനി അടുത്തത് 16ാമത്തെ ചോദ്യം. 16ാമത്തെ ചോദ്യത്തിന്റെ ആൻസർ ആയിട്ട് വരുന്നത് ബി ആണ്. ഓപ്ഷൻ ബി പ്രൊഫഷൻ ആണ് 16ാമത്തെ ചോദ്യത്തിന്റെ ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. നിങ്ങൾ വലിയ ചോദ്യങ്ങളൊന്നും മിസ് വായിക്കുന്നില്ല, നമ്മുടെ വീഡിയോ ഒരുപാട് ലെങ്തി ആയി പോവും, അതുകൊണ്ടാണ്. അപ്പൊ നിങ്ങളെ കയ്യിൽ എന്തായാലും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ടാവുമല്ലോ, പിന്നെ ഞാൻ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇനി 17ാമത്തെ ചോദ്യം എന്താണ്? ദ ബിസിനസ് ഓപ്പറേഷൻ ഇൻ എ ജോയിന്റ് ഹിന്ദു ഫാമിലി ബിസിനസ് ഇസ് കൺട്രോൾഡ് ബൈ ഡാഷ്. ആരാണ് കൺട്രോൾ ചെയ്യുന്നത് എന്നുള്ളതാണ്. ആരാണ്? പങ്കാളികൾ, അതുപോലെ തന്നെ കർത്ത, അംഗങ്ങൾ, ഓഹരി ഉടമകൾ, അങ്ങനെ 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. അതിൽ ആരാണ്? ഓപ്ഷൻ ബി ആണ് അല്ലെ വരുന്നത്, കർത്ത അല്ലെ. ദ ഹെഡ് ഓഫ് ദ ഫാമിലി ആണ് അതിന്റെ എല്ലാ കൺട്രോളും വരുന്നത്, ചെയ്യുന്ന ആള്. അപ്പൊ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഇനി 18ാമത്തെ ചോദ്യം. ദ ലയബിലിറ്റി ഓഫ് ദ മെമ്പേഴ്സ് ഓഫ് എ കോർപ്പറേറ്റീവ് സൊസൈറ്റി ഈസ്. ഏതാണ്?
സഹകരണ സംഘത്തിന്റെ അംഗങ്ങളുടെ എന്താ ബാധ്യത എന്നുള്ളതാണ് അല്ലെ. അപ്പൊ ഏതാണ് അതില്? ഓപ്ഷൻ എ ലിമിറ്റഡ് ആണ് വരുന്നത്. ഇൻ കോർപ്പറേറ്റീവ് സൊസൈറ്റീസ് മെമ്പേഴ്സ് ലയബിലിറ്റി ഈസ് ലിമിറ്റഡ് ടു ദ എക്സ്റ്റെന്റ് ഓഫ് ദെയർ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ. ഇത്രയൊന്നും നിങ്ങൾ എക്സാമിന് എഴുതി വെക്കേണ്ട ആവശ്യമില്ല, ഓപ്ഷൻ മാത്രം എഴുതിയാൽ മതി. മിസ് നിങ്ങൾക്ക് ആ ഒരു ഓപ്ഷൻ എന്തുകൊണ്ട് വന്നു എന്നുള്ളതൊന്ന് ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഇട്ടിട്ടുണ്ടെന്നേ ഉള്ളൂ കേട്ടോ. ഓക്കെ, ഇനി അടുത്ത 19ാമത്തെ ചോദ്യത്തിന്റെ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് നോട്ട് കൊമേഴ്ഷ്യൽ ബാങ്ക്? കൊമേഴ്ഷ്യൽ ബാങ്ക് അല്ലാത്തത് ഏത് എന്നുള്ളതാണ്. ബാങ്കിന്റെ പേര് തന്നിട്ടുണ്ടല്ലേ. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, ICICI ബാങ്ക്, അതുപോലെ തന്നെ പഞ്ചാബ് നാഷണൽ ബാങ്ക്. ഇതിലേതാ വരുന്നത് കറക്റ്റ് ആയിട്ടുള്ള? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്, ഓപ്ഷൻ ബി. അടുത്തത് 20ാമത്തെ ചോദ്യമാണ്. 20ാമത്തെ ചോദ്യം എന്താണ്? The occupation in which people work for other and get remunerated in return is known as. എന്താണ് അത് അറിയപ്പെടുന്നത് എന്നാണ് ചോദ്യം അല്ലെ. മറ്റൊരാൾക്ക് വേണ്ടി ജോലി ചെയ്യപ്പെടുകയും ഒക്കെ ചെയ്യുന്നതിനെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതിന്റെ ഓപ്ഷൻ കറക്റ്റ് എംപ്ലോയ്മെന്റ് ആണ്. എംപ്ലോയ്മെന്റിനെ നമുക്ക് അങ്ങനെ പറയാവുന്നതാണ് അല്ലെ. അപ്പൊ ഓപ്ഷൻ സി ആണ് 20ാമത്തെ ചോദ്യത്തിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഇനി സെക്ഷൻ ബിയിലെ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ആണ്. ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് മിസ് ഇങ്ങനെ ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് വായിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. നിങ്ങൾക്ക് ഉത്തരങ്ങളല്ലേ അറിയേണ്ടത്. നമുക്ക് ഓരോ ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും പറയാം അല്ലെ, ഏതൊക്കെയാണ് ഫില്ലിംഗ് ദ ബ്ലാങ്ക്സിൽ വരുന്നത് എന്നുള്ളത്. അപ്പം നിങ്ങളൊന്ന് നോട്ട് ചെയ്തിട്ട് പോയാൽ മതി. 21ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരവായിട്ട് വരുന്നത് മ്യൂച്വൽ ട്രസ്റ്റും അതുപോലെ തന്നെ ഇന്റർമിറ്റിയുമാണ് വരുന്നത്. അടുത്തത് 22ാമത്തെ ചോദ്യമാണ്. അതൊരു എന്താ പറയുക, ഒരു ശ്രേണി പോലെ തന്നിട്ടുള്ളതാണ് നിങ്ങൾക്ക്. അവിടെ എന്താണ് പങ്കാളി എന്ന് തന്നിട്ടുണ്ട്. പക്ഷെ കമ്പനി എന്നുള്ളതിന് നേരെ എന്ത് വരും? സഹകരണ സംഘം എന്നുള്ളതിന് നേരെ എന്ത് വരും എന്നുള്ളതാണ് നിങ്ങൾ അവിടെ എഴുതേണ്ടത്. 22ാമത്തെ ചോദ്യം എന്താണ്? ഷെയർ ഹോൾഡറും മെമ്പറുമാണ് അവിടെ ഉത്തരവായിട്ട് എഴുതേണ്ടിയിരുന്നത്. നിങ്ങൾ എന്താ എഴുതിയിട്ടുള്ളതെന്നൊക്കെ പറയാ കേട്ടോ, ജസ്റ്റ് കമന്റിൽ ഇട്ടാൽ മതി. ഇനി 23ാമത്തെ ചോദ്യം എന്താണ്? ട്രൂ ഓർ ഫോൾസ് ആണ്, ശരിയോ തെറ്റോ എന്നുള്ളതാണ്. അതില് 2 സ്റ്റേറ്റ്മെന്റും തെറ്റാണ്. അപ്പൊ തെറ്റ് എന്ന് എഴുതിയവർക്ക് 2 മാർക്ക് കിട്ടിയിട്ടുണ്ടാവും കേട്ടോ. ഇനി അടുത്ത 24ാമത്തെ ചോദ്യമാണ്. 24ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം വരുന്നത് ഹ്യൂമൻ റിസ്കും, അതായത് രണ്ടാമത്തത് ഫോൾസ് ആണ് വരുന്നത് കേട്ടോ. അപ്പൊ അടുത്തത് ചേരുംപടി ചേർക്കുക എന്ന് പറഞ്ഞ ചോദ്യമാണ് 25ാമത്തെ ചോദ്യം. മാച്ച് ദ ഫോളോയിങ്. അപ്പൊ അത് നിങ്ങൾ എത്ര പേര് ശരിയാക്കിയിട്ടുണ്ട്? നമുക്ക് അതിന്റെ ആൻസർ ഒന്ന് പറഞ്ഞാലോ. എ വരുന്നത് 4ാമത്തതുമായിട്ടാണ് മാച്ച് വരുന്നത്, ബി വരുന്നത് 1ാമത്തതുമായിട്ടാണ് മാച്ച് വരുന്നത്, സി വരുന്നത് 2ാമത്തതുമായിട്ടാണ് മാച്ച് വരുന്നത്, ഡി വരുന്നത് 3ാമത്തതുമായിട്ടാണ് മാച്ച് വരുന്നത്. കറക്റ്റ് ആയിട്ട് എഴുതിയിട്ടുണ്ടോ? ജസ്റ്റ് നോക്കുക, നിങ്ങൾക്ക് ആ മാർക്ക് ഫുള്ള് കിട്ടിയിട്ടുണ്ടാവും കേട്ടോ. ഇനി 26ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഒരു സംരംഭകന്റെ കാര്യത്തിൽ എന്താണ് റിസോഴ്സിംഗ് ബന്ധനങ്ങൾ കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നതെന്നാണ് ചോദ്യത്തിലുള്ളത്. അപ്പൊ നിങ്ങൾ ആ റിസോഴ്സിങ്ങിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് ഒരു എന്താ പറയാ ഒരു ഡെഫിനിഷൻ പോലെ എഴുതാവുന്നതാണ്. റിസോഴ്സിംഗ് റെഫേഴ്സ് ടു ദ പ്രോസസ് ഓഫ് acquiring the managing of required materials, finance, അതുപോലെ തന്നെ മാൻ പവർ അല്ലെ. അതായത് റിസോഴ്സിംഗ് എന്ന് പറയുമ്പോൾ അതിലെല്ലാം പെടും. ഇപ്പൊ ഒരു കമ്പനി നമ്മൾ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ അതിലേക്ക് വേണ്ട ഹ്യൂമൻ പവർ, സ്റ്റാഫുകൾ വേണം അല്ലെ. അതുപോലെ തന്നെ അതിന് വേണ്ടിയിട്ടുള്ള ഫിനാൻസ്, നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള സാമ്പത്തികപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും റെഡിയാക്കണം. അതുപോലെ തന്നെ അതിന് വേണ്ടുന്ന മെറ്റീരിയൽസ്, നമ്മൾ എന്തൊക്കെ പ്രൊഡക്റ്റ് ആണോ ആ കമ്പനി സെയിൽ ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ടുള്ള പ്രൊഡക്റ്റ് മെറ്റീരിയൽസ് അല്ലെ, ഗുഡ്സ് നമ്മൾ കണ്ടെത്തണം. അപ്പൊ ഇതൊക്കെ റിസോഴ്സിൽ വരുന്നതാണ്. ഇതെല്ലാം അടങ്ങുന്നതാണ് റിസോഴ്സ് എന്നുള്ളത് നിങ്ങൾക്ക് മലയാളത്തിൽ ജസ്റ്റ് ഒരു 2 വരികളിൽ എഴുതി വെക്കാവുന്നതാണ്. ഇപ്പൊ 28ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഇക്കണോമിക് ആക്ടിവിറ്റിനെ കുറിച്ചിട്ടും ഒക്കെയാണ്. ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ആണ്. അതിൽ വരുന്നത് ഒന്ന് ഒക്യുപ്പേഷൻ, അതുപോലെ തന്നെ കോഡ് ഓഫ് കണ്ടക്ട് ആണ് അവിടെ വരുന്നത് കേട്ടോ. കറക്റ്റ് ആയിട്ടുള്ള ആൻസേഴ്സ് ആയിട്ട് വരുന്നത്. ഇനി അടുത്തത് ട്രൂ ഓർ ഫോൾസ് ആണ്. 28ാമത്തെ ചോദ്യത്തിൽ ആദ്യത്തേത് ശരി, 2ാമത്തേത് തെറ്റാണ് വരുന്നത്. അപ്പൊ അതിൽ നിങ്ങൾ ട്രൂ ഫോൾസ് എന്ന് ഇങ്ങനെയാണ് എഴുതിയിട്ടുള്ളതെങ്കിൽ നിങ്ങൾക്ക് 2 മാർക്ക് കിട്ടുന്നതാണ്. അടുത്ത 29ാമത്തെ ക്വസ്റ്റ്യൻ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ആണ്. അവിടെ നോളജ് ഓഫ് ഹാൻഡ്ലിംഗ് ആണ് ഒന്ന് വരുന്നത്, കൈകാര്യം ചെയ്യാനുള്ള അറിവ്. രണ്ടാമത്തെ ടെക്നീഷ്യൻ ആണ് വരുന്നത്. നിങ്ങൾ ടെക്നീഷ്യൻ എന്നുള്ളത് തന്നെ എഴുതി വെച്ചാലും മതി. അപ്പൊ എന്താണ് എഴുതി വെച്ചതെന്ന് പറയാ. മലയാളത്തിൽ എഴുതിയവരാണെങ്കിലും നിങ്ങൾ കറക്റ്റ് ആയിട്ട് എഴുതിയിട്ടുണ്ടോ, ആൻസർ കറക്റ്റ് ആണോ എന്നുള്ളതൊക്കെ ജസ്റ്റ് കമന്റ് ചെയ്യാട്ടോ. ഇനി 30ാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് ട്രൂ ഓർ ഫോൾസ് ആണ്.
അതിൽ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ഫോൾസ് ആണ്, രണ്ടാമത്തത് ട്രൂ ആണ്. അപ്പൊ ഇത്രയും ഏകദേശം ഒരു 30ഓളം ക്വസ്റ്റ്യൻസ് നമ്മൾ ഇപ്പൊ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ക്വസ്റ്റ്യൻസും അതിന്റെ ആൻസേഴ്സും ഇത്രത്തോളം മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി ഈ ഒരു PDF മുഴുവനായിട്ട് നിങ്ങൾക്ക് PDF ആയിട്ട് തന്നെ വ്യൂ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഫ്യൂച്ചർ പ്ലസ് അക്കാഡമിയുടെ ഇ-ലേൺ സ്റ്റോറിൽ നിങ്ങൾക്ക് ബൈ ചെയ്യാവുന്നതാണ്. അതിന്റെ വെബ്സൈറ്റ് ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പൊ അതുപോലെ തന്നെ NIOSന്റെ ഇതുപോലത്തെ വീഡിയോസ് ഒക്കെ ഇനി എല്ലാ സബ്ജക്റ്റിന്റെയും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയണമെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ വരണോ അല്ലെ, അതിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെല്ലൈക്കൺ ഒക്കെ ക്ലിക്ക് ചെയ്ത് വെക്കുക. അതുപോലെ NIOSന്റെ അപ് ടു ഡേറ്റ് ആയിട്ടുള്ള തരത്തിലുള്ള വീഡിയോസ് ഒക്കെ കിട്ടാനായിട്ട് നമ്മൾ കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻസ് ഒക്കെ കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട്. വാട്സപ്പ് ആൻഡ് ടെലഗ്രാം ഗ്രൂപ്പ് നമുക്കുണ്ട്, അതിന്റെ ലിങ്ക് കൂടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പൊ പുതിയൊരു വീഡിയോയിൽ അടുത്ത സബ്ജക്റ്റുമായിട്ട് കാണാം. അതുവരെ താങ്ക് യു.